പീരിയഡ്സ് ടൈമിൽ മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ, യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ, എല്ലാ ടൈമിലും വജൈനലിലെ ആ pH ലെവൽ ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വി വാഷ് ഇൻറ്റിമേറ്റ് ഹൈജീനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ വി വാഷിൻ്റെ ഉപയോഗവും. ചിലപ്പോൾ ഉപയോഗിക്കുന്നവരായിരിക്കാം, അപ്പോൾ ഉപയോഗിക്കാത്ത ഒത്തിരി പേരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ജസ്റ്റ് 2 ഡ്രോപ്സ് വി വാഷ് എടുക്കുക, കയ്യിലെടുക്കുക, മസാജ് ചെയ്യുക. ഇൻറ്റിമേറ്റ് ഏരിയയിൽ ജസ്റ്റ് എക്സ്റ്റേണൽ യൂസാണ് കേട്ടോ. ഇൻറ്റിമേറ്റ് ഏരിയയിൽ പുറത്തുകൂടിയാണ് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് പുറത്തുകൂടി ജസ്റ്റ് പതയും, നന്നായിട്ട് ഇത് പതയും. കുറച്ച് വെള്ളമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് വാഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ നോർമൽ വാട്ടറിൽ. ഇത് 45 രൂപയാണ് 20 ml റേറ്റ് വരുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ പാക്ക്. അപ്പോൾ ഒരു ചെറിയ പാക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങളുടെ ബാഗിലൊക്കെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ബാഗിൽ എപ്പോഴും ഞങ്ങൾക്ക് വെക്കാനും പറ്റും. ബാഗിലിപ്പോൾ മിക്ക സ്ത്രീകളുടെയും ബാഗിലൊരു പാഡ് അത്യാവശ്യമാണ്. വിസ്പറോ പാഡ് എന്തെങ്കിലും ഒന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു വി വാഷും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അതിന് കാരണം വേറൊന്നുമല്ല, അതിന് വഴിയെ പറഞ്ഞുതരാം. ഇത് തുറക്കുമ്പോൾ ആദ്യമേ ഞങ്ങൾക്കൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ ഒരു പേപ്പറാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ആവശ്യകത എന്താണെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വജൈനലിൽ ഒരു pH ലെവലുണ്ട്. അതായത് 3.5 തൊട്ട് 4.5 വരെയാണ് pH ലെവൽ എന്ന് പറയുന്നത് വജൈനലിൽ. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ബോഡി വാഷ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും പീരിയഡ്സ് ടൈമിലാണെങ്കിലും ഒക്കെ, പീരിയഡ്സ് ടൈമിൽ മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ, യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ, എല്ലാ ടൈമിലും വജൈനലിലെ ആ pH ലെവൽ ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ pHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.5 തൊട്ട് 7 വരെയാണ്. പീരിയഡ്സ് ടൈമിലായിക്കോട്ടെ 7.4 ആണ് pH ലെവൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വജൈനലിലെ pH ലെവൽ 3.4 തൊട്ടാണല്ലോ. അപ്പോൾ 4.5 വരെയാണ്. അപ്പോൾ ഈ pH ലെവൽ വജൈനലിൽ താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ അപ്പോഴാണ് അവിടെ ഇറിറ്റേഷനും അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഇതും അതുപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോഴാണ് ഞങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡെയിലി 1-2 പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് ശരിക്കും പ്രഗ്നൻസി ടൈമിലും പീരിയഡ്സിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാൻ സേഫ് ആണെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളിത് യൂസ് ചെയ്യാം. എൻ്റെ ഡോക്ടർ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഈ വി വാഷ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. എപ്പോഴും അവിടെ ക്ലീൻ ആയിരിക്കണം, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും ഞങ്ങൾ ഇൻറ്റിമേറ്റ് ഏരിയയിൽ സോപ്പ് ഉപയോഗിക്കരുത്. അത് വലിയ മണ്ടത്തരമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വാഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് 1-2 ഡ്രോപ്പ് ഇടുക. അല്പം വെള്ളമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം, നോർമൽ വാട്ടറായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് പതയും. ഇപ്പോൾ ഞാൻ വെള്ളമായിട്ട് യോജിപ്പിക്കാത്തതുകൊണ്ടാണ് പതയാത്ത. വെള്ളമായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് പതപ്പിച്ച ശേഷം ഇൻറ്റിമേറ്റ് ഏരിയയിൽ, അതായത് എക്സ്റ്റേണൽ ഏരിയയിൽ മാത്രം, എക്സ്റ്റേണൽ ഏരിയയിൽ മാത്രം നന്നായിട്ട് യൂസ് ചെയ്യുക. എക്സ്റ്റേണൽ ഏരിയ മൊത്തം യൂസ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ pHൻ്റെ ലെവൽ, അതായത് ഇതിൻ്റെ pH ലെവൽ, അതായത് വി വാഷിൻ്റെ pH ലെവൽ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അപ്പോൾ 3.5 ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ പറ്റിയ ഒരു ഇറിറ്റേഷൻ, അതായത് ഇപ്പോൾ പീരിയഡ്സ് ടൈമിലായിക്കോട്ടെ, ഞങ്ങൾക്ക് യൂറിൻ പാസിൻ്റെ ടൈമിലായിക്കോട്ടെ, pH ലെവൽ തെറ്റിയിരിക്കുന്ന സമയത്ത് ഞങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ തന്നെ ഒരു വൈബ്സ് കൂടിയുണ്ട്. അതായത് നമ്മളെപ്പോഴും വജൈനൽ ഏരിയ കഴുകിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ
ഉണങ്ങിയ തുണി കൊണ്ട് ശരിക്കും ഒപ്പിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പർ വൈപ്സ് കൊണ്ട് തുടക്കണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേപ്പർ വൈപ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബാത്റൂമിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വൈപ്സ് ഉണ്ട്, അതിനെനിക്ക് തോന്നുന്നു ഒരു 100 രൂപ താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി ബാഗിൽ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് എപ്പോഴും നമുക്ക് അവിടെ വൃത്തിയായി സൂക്ഷിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് ക്ലീൻ എപ്പോഴും ഒരു അസുഖവും കൂടാതെ എപ്പോഴും സ്മെല്ലോ ദുർഗന്ധമോ ചൊറിച്ചിലോ കാര്യങ്ങളോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പും കാര്യങ്ങളും ദൈവത്തെ ഓർത്ത് അവിടെ യൂസ് ചെയ്യരുത്. കാരണം അവിടെ നോർമലി ഒരു ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വജൈന. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷനാണ്, pH ലെവലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സോപ്പും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനാണ് നഷ്ടമാവുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വി വാഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വി വാഷ് യൂസ് ചെയ്യുമ്പോൾ ഡോക്ടറിൻ്റെ റെക്കമെൻഡോട് കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.